എന്താണെന്നറിയില്ല, ഭയങ്കര സെക്സി ആയിട്ട് തോന്നുന്നു എനിക്ക് എന്നെ. 3 days in the water. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ഇൻ ആഫ്രിക്കയാണ്. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവാണ്. സോ 8:20 ആകുമ്പോഴേക്കും നമ്മളെ പിക്കപ്പ് ചെയ്യുന്ന ആൾ ഇവിടെ വരും. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ നമ്മൾ 3 പേരും ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി മിക്കിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് വെറുതെ പല്ലും തേപ്പിച്ച് കൊണ്ടുവന്നേക്കും. പാവം. അപ്പോൾ വാട്ടർഫോള് അറിയില്ല, ട്രക്കിംഗ് കൊണ്ടൊന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മിക്കിയുടെ സ്ട്രോളറൊന്നും എടുത്തിട്ടില്ല. നമുക്ക് നോക്കാം. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഈ മയിലിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇപ്പോഴാണ് കണ്ടത്. ആണാണെന്ന് തോന്നുന്നല്ല, പെണ്ണ അറിയില്ല കേട്ടോ, വാലില്ല എന്തായാലും. നമ്മളുടെ സ്റ്റേ കുറച്ചും കൂടി അങ്ങോട്ട് മാറിയിട്ടാണ്. നമ്മൾ ബാക്കിലേക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നോക്കിയിട്ടില്ല എന്താണെന്ന്. റെഡിയായതിനു ശേഷം നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. മൊറോക്കൻ ബ്രേക്ക്ഫാസ്റ്റിൽ യൂഷ്വലി അവർ സ്വീറ്റ് ആൻഡ് സേവറി ഫ്ലേവേഴ്സ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് ഖോബ്, സെമൻ, ഭാഗിർ, ഹർഷ എന്നൊക്കെ പറഞ്ഞ ബ്രെഡ് ടൈപ്സും സേവറി ഫ്ലേവേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആംലു, ജബൻ, ഖിലി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ അധികം സ്വീറ്റ്സും ആണ്. വെറൈറ്റീസ് ഓഫ് എഗ് ഡിഷസും ഇവരിൽ ഫേമസ് ആണ് കേട്ടോ. അതായത് ഖിലി വിത്ത് എഗ്സ്, സക്ഷുക്ക, ഫ്രൈഡ് എഗ്സ് വിത്ത് ഒലീവ്സ്, ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഡിഷസ്. നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഈ മിക്കി ഒന്നും കഴിച്ചിട്ടില്ല, മിക്കി കുറുമ്പി ആയതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. നമുക്കപ്പം ഇവിടെ ഈ ഗേറ്റിൻ്റെ ഇവിടെയാണ് നമ്മളുടെ പിക്കപ്പും ഡ്രോപ്പ് ഓഫും ഉള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കുവാണ്. സോ നമ്മൾ വാട്ടർഫോളിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി കേട്ടോ. ഇവിടെ നമ്മളൊക്കെ അവർ ഈ മൊറോക്കൻസിൻ്റെ പോട്രീസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പോകണം. സോ നമുക്ക് അവരുടെ പോട്രീസ്, അവരുടെ ട്രഡീഷണൽ വേ ഓഫ് മേക്കിംഗ് എല്ലാം ഇതിവിടെ കാണാം കേട്ടോ. The first is the clay from the Atlas one. That place you find it in 10 meter, 15 meter in ground. La terre, s'il vous plaît, on le sort de la montagne et on le trouve à 10 mètres, 15 mètres de profond. Then I take it and I mix it here with water. Après, ça se met au l'eau. 3 days in the water, 3 jours au l'eau. You can't chocolate, hein? C'est la mousse au chocolat. Then I sift it with this. Après, on le tamise avec un tamis, on le met dans des sacs en plastique. And I sift it with this and I put in plastic bag. 2 days, 3 days, become very soft. Like Play-Doh. Ça devient comme la pâte à modeler. Then I put here in bubble machine. The bubble machine by electric. Now it's small tagine. Then I make the cover, all the size in his eyes, no diameter, nothing. And I make the piece, I put in sun, I dry, séché au soleil. 2 days in the sun, 2 jours au soleil. That is the first one in oven. 900 degrees 4 hours, 900 degrees 4 heures. Second one with design. 700 degrees 4 hours. La deuxième avec les dessins, c'est à 700 degrés 4 heures. The last one with grease, 500 degrees 4 hours. Then I put 800 kilograms of the charcoal and 1000 kilograms of the wood. For take it 900 degrees for 4 hours. And I use this oven every 15 days. Tous les 15 jours on l'allume. Je mets 350 jusqu'à 400 pièces là-dedans. 350, 400 pieces inside. And I close the door with this, I build it up. Geo. Wow. Amethyst in Berber country is good for stress. Huh? You find it also the fossils has more than 360 million years. The 160 million find it, then I got it. So the Ammonite. ഇതെല്ലാം 5-6 കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രെസ്സിനെ പറ്റിയതെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോട്ടെ. ഇവിടെ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, ഇവരെന്തൊക്കെയാണ് ഫോസിൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നോട്ടോ. ഇനിയിപ്പോൾ നമുക്കിവിടെ വേണമെങ്കിലും സൊവനിയേഴ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാം. നമുക്ക് ഈ കട മൊത്തം കാണാം.
നമ്മൾ കണ്ടില്ലേ അവരുണ്ടാക്കുന്നത്. ഇപ്പം അവരുണ്ടാക്കിയത് ഈ സാധനമാണ്. അവർക്കങ്ങനെ കണക്കോ മെഷർമെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അവർ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ആണ് ഉണ്ടാക്കുന്നത്. ആ അങ്കിൾ ഉണ്ടാക്കിയത് കറക്റ്റ്, ഇത് ബോട്ടം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആ മെഷർമെൻറ്റിന് അതിൻ്റെ പറ്റുന്ന ടോപ്പ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിപ്പം. എന്താ വെയിറ്റുണ്ടടാ, മിക്കെടുക്കണ്ട. നമ്മളിവിടുന്ന് കഴിഞ്ഞ് പോവാണ്. ഇവിടെ മെയിനായിട്ട് ഇവർ കൊടുത്തത് ഇപ്പം എന്താ സൊവനിയേഴ്സ് എന്തെങ്കിലും നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ട്രഡീഷണൽ പോട്ടറി മേക്കിംഗ് എങ്ങനെയാണെന്ന് കാണാം. സോ നമ്മളതൊക്കെ കണ്ടു. നമ്മൾ ഇവിടെ നിന്ന് നേരെ വാട്ടർഫോളിലേക്ക് പോകാം. നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഗേജ് ഭയങ്കര ലിമിറ്റഡാണ്. പോരാത്തതിന് ഇതെങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയില്ല. കാരണം ആകെ 3 എൻ്റെ ഹാൻഡ് ലഗേജ് അല്ല നമ്മുടെ ഉള്ള സ്മോൾ ബാഗ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല. മിക്കിക്ക് ഇഷ്ടപ്പെട്ടോ? മിക്കി ഡിഡ് യു എൻജോയ് വാച്ചിങ് ദ പോട്ട്റി? ഇഷ്ടമായോ? അതന്നെ മിക്കി നല്ലോണം ഉറങ്ങി കിടന്ന്. മിക്കിൻ്റെ തലവിടെ നല്ലോണം കിടന്ന് ഒടുങ്ങി. ഒരു ബനാന തട്ടുമമ്മ. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ബനാന. അടുത്ത സ്പോട്ടിലെത്തിയ കേട്ടോ, വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ റെഡ് സാൻഡും ഇവിടെ യൂഷ്വലി ഇവരുടെ വീടുകളും നമുക്ക് കണ്ടാൽ അറിയാം ഫുള്ള് റെഡ് സ്റ്റോൺസ് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ മലകളിൽ നിന്നായിരിക്കണം ഇവരിങ്ങനത്തെ സാൻഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഫുള്ളി റെഡ് കളറാണ് ഇത് മൊത്തം ഉള്ളത്. മിക്കിക്ക് വിഷം തുടങ്ങിയിട്ടുണ്ട്. മിക്കിക്ക് ഇനി എന്തെങ്കിലും ഫുഡും കൊടുക്കണം. നമുക്കിനി കുറച്ച് ഫോട്ടോസും എടുക്കണം അല്ലേ മിക്കിക്ക് ഇഷ്ടമായോ? പ്ലേസ് ഇഷ്ടമായോ? അവിടെ നിൽക്കാൻ പാടില്ല. അവിടെ നിൽക്കണമെന്ന് കാണിച്ചു കൊടുത്തേ. എവിടെയാണ് നിൽക്കണ്ടേന്ന് നോക്കി. കണ്ടോ, ഇവിടെ മിക്കിനെ നിർത്തി. മിക്കി ഇങ്ങനെ ടാടി പോയാൽ നമുക്ക് വേറെ ആടുണ്ട്. പനോറമിക് വ്യൂ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ആർഗൺ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വുമൻസ് കോപ്പറേറ്റീവിലാണ് കേട്ടോ. ഈ ആർഗൺ ട്രീസ് ഇറ്റ്സ് നേറ്റീവ് ടു മൊറോക്കോ. മൊറോക്കോയിൽ മാത്രമേ ഇത് വളരുള്ളൂ. It's a women's cooperative who produce argan oil, spices, and some essential oils. Okay, so please stay on group. Good the English speakers. So if you see English speakers, how we make argan oil? No. Okay, I'm here for explain. I'm happy now. Only in Morocco, and this is argan fruits. And the first thing, we remove the skin to get this nut. After that, we break the nuts to get the almonds. And we have 2 types of almonds. And this almonds is for make argan oil, edible one. This one is for make argan oil, cosmetic for the skin. And we put this almonds and this traditional machines inside, and we turn it to get this paste. After that, we add the warm water. We mix by our hand, and we press like this to extract the oil. And in the end, this paste is for make the black soap and some scrubs. Do you know the black soap? It's a soap for Moroccan hammam, Moroccan shower. We need 30 kilo of argan fruit and 15 hours of work, okay? And this is argan oil, edible one, and this is the cosmetic. ഏതാണ്? നമുക്ക് വാങ്ങട്ടോ, നല്ല രസമുണ്ട് മണത്തിട്ട്. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മളുടെ മെയിൻ സ്പോട്ടായ വാട്ടർഫോളിലേക്കാണ് കേട്ടോ. റിവറിന്റെ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കുന്നടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന്. വെള്ളം ഒഴുകുന്നതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു. മെനു തരുമോ അവര്? മെനു തരുമായിരിക്കും അല്ലേ? മെനു കൊണ്ടുവരും. നമ്മ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് തന്നെ ഓർഡർ ചെയ്യണം. നല്ലത്. നമുക്ക്
കറക്റ്റ് തണല് വെയിലില്ലാത്ത സ്ഥലം തന്നെ കിട്ടി. നല്ല എൻജോയ് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലം തന്നെ കിട്ടി. അടിപൊളി. ഇവിടെ ഇല്ലേ മെയിനായിട്ട് ആൾക്കാർ ഫ്രഞ്ചും സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷും സംസാരിക്കുന്നുണ്ട്, അറബിക്കും സംസാരിക്കുന്നുണ്ട്. യൂഷ്വലി ടൂറിസ്റ്റുകൾ കൂടുതലും ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ്. അപ്പോൾ അവർ 2 ഇതുണ്ട്, എന്താ പറയുക, മെനു ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഫ്രഞ്ച് തന്നു. ഫ്രഞ്ച് എന്താ അറിയാനാ. പിന്നെ അവർ രണ്ടാമത് കൊണ്ടത് ഇംഗ്ലീഷ് മെനു തന്നു. സോ നമ്മളിപ്പം ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് മിക്സ് ഗ്രിൽ വിത്ത് ഹെർബ്സ് ഫ്രം അറ്റ്ലസ് ആണ്. മെയിൻ കോഴ്സായിട്ട്. സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് ജസ്റ്റ് ചിപ്സും കാര്യങ്ങളൊക്കെ മിക്കയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങാം. മിക്കി ഹാപ്പിയാണോ? മിക്കി ഹാപ്പിയാണോ? ഇറങ്ങണം. No, scared? ബ്രെഡ് അച്ചാറും ഇതിനാണ് പേരോട് ചില പഞ്ചാബി ആവുന്നതാണ്. എടോ എല്ലാവർക്കും കംപ്ലൈൻ്റ് ആണ്. ഞാൻ മാത്രം വീഡിയോയിൽ സംസാരിക്കുന്നുള്ളൂ, തന്നെ വീഡിയോയിൽ കാണിക്കുന്നില്ല, താൻ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. വൈ? വീഡിയോ എടുക്കാനാണ് താല്പര്യം, സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. എന്നാലും ഇത്രയും നാൾ സംസാരിച്ച് വാവച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ആള് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഞാനാണോ വായടപ്പിച്ചത്? ചിലർ വരുമ്പോൾ വഴിമാറുമെന്ന് പറഞ്ഞ പോലെ. ഇഷ്ടപ്പെട്ടോ ഈ പ്ലേസ്? ഞാന് ബുക്ക് ചെയ്തത്. അതിനോട് ഇഷ്ടപ്പെട്ടാ? നിനക്ക് ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ പ്ലേസ്. മിക്കനോട് പറയണേ, മിക്കനോട് ഞാൻ വാട്ടർ ഇഷ്ടപ്പെട്ട. നോ, ഇറ്റ്സ് ഡേഞ്ചറസ് എന്ന്. നല്ല ക്ലിയർ വാട്ടർ അല്ലേ? ക്ലിയർ വാട്ടറാണ്, പക്ഷെ നല്ല ഫ്ലോ ഉണ്ട്. കറണ്ട് നല്ല കറണ്ടാണ്, അടിയൊഴുക്കുണ്ട്. ഒരു കണക്കിന് മിക്കാൻ കൂടെ പോവാത്ത കൊള്ളാം. നല്ല പ്ലേസ് ആണ്. അത്യാവശ്യം നമ്മ ബുക്ക് ചെയ്ത റിസോർട്ടിൽ നിന്ന് അത്യാവശ്യം ഡ്രൈവ് ഉണ്ട്. പക്ഷെ സ്ട്രെയിറ്റ് ഒറ്റ സ്ട്രെച്ച് ആയിരുന്നില്ലല്ലോ. നമ്മൾ 2 സ്ഥലത്ത് നിർത്തി വന്നതുകൊണ്ട് നമുക്ക് അതൊരു ഫീൽ ചെയ്തില്ല. പിന്നെ മിക്ക ഒരു സ്ഥലമായിരുന്നു, അത് അറിയാം, അവൾ അങ്ങനെ ഇരിക്കും. അല്ലാതെ ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. മൊറോക്കോ വന്നു കഴിഞ്ഞാൽ പിള്ളേരുള്ളവർ വരില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവും പിന്നെ നമ്മൾ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എവിടെയോ ട്രക്കിംഗ് ഉണ്ട്. അറിയില്ല എന്തോരം പോസിബിൾ ആയിരിക്കും എൻ്റെ ഈ കാല് വെച്ചിട്ടും മിക്കിനെ വെച്ചിട്ടും. പക്ഷേ സ്റ്റിൽ വി ട്രൈ. നമ്മൾ പട്ടണത്തിനും കയറും, ബാക്കി ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. വന്നവർക്ക് കയറണമെന്ന് നിർബന്ധമില്ല, അത് ഓപ്ഷനാണ്. ട്രക്കിങ് വേണമെങ്കിൽ അവർക്ക് കയറാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം. തിരിച്ചു വരുമ്പോൾ നമ്മുടെ ക്രൂവിൻ്റെ ഒപ്പം തിരിച്ചു പോകാം. നമുക്ക് നല്ല പ്ലേസാണ്. സ്പൈഡർ ഉണ്ടമ്മ? മിക്കിക്ക് വാട്ടറിൽ ജമ്പ് ചെയ്യണോ? ഇല്ല. ഓക്കെ. പേടിയാണോ? അപ്പോൾ നമ്മുടെ ചിപ്സ് വന്നിട്ടുണ്ട്. സ്റ്റാർട്ടറായിട്ട് ചിപ്സ് ഓർഡർ ചെയ്തത്, അതാകുമ്പോൾ മിക്കിങ് കഴിക്കാം. പിന്നെ ഉള്ളത് എന്തോ സാലഡാണോ, അത് മിക്കി തോന്നിയും കൂടിയില്ല. പിന്നെ അതിന് മുമ്പേ നമുക്ക് വേറൊരു സ്റ്റാർട്ടറായിട്ട് ഒലിവ്സ് പോലെ ഉണ്ട്, പക്ഷേ സീഡ് ഉണ്ട്. പിന്നെ എന്തോ ഒരു പിക്കിൾ, ദെൻ ബ്രെഡ് ഭയങ്കര സ്വീറ്റാണ്, അത് ടേസ്റ്റ് ഉണ്ട്. ഇത് പിക്കിളും കൂടി കഴിക്കുമ്പോൾ പഞ്ചാബി ഹൗസ് ഓർമ്മ വന്നത്. പക്ഷേ ഈ ഒലിവ് ഭയങ്കര സോൾട്ടിയാണ്. പ്രഷറുള്ളവർ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്പോട്ടിൽ പോകും. അതുകൊണ്ട് പ്രഷറുള്ളവർ വരുമ്പോൾ അവോയ്ഡ് ചെയ്യുക ഈ സാധനം. ഇയാളെന്നോട് പറഞ്ഞേ ഇന്ന് രാവിലെ എന്നിട്ടപ്പോൾ ഞാൻ ചെയ്ത് ഡ്രസ്സ് ഇടണോ, ഞാൻ ബ്ലാക്ക് എടുത്ത് വെച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട പിങ്ക് ഇടാൻ പറഞ്ഞേ. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ ഒബ്വിയസ്ലി പിങ്ക് ഇട്ടു. പക്ഷേ ആദ്യത്തെ 2 സ്റ്റോപ്പ് നിർത്തിയപ്പോൾ ഞാൻ ഓർത്ത് ഒന്നാമത് മല പ്രദേശം അങ്ങനത്തെ സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ ഓർത്തി ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതിനെ പിങ്ക് ഇടാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കണ്ടില്ലേ, ഇത്രയും കളർഫുൾ ആയിട്ടുള്ള സ്പേസിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൊരു കാര്യം പറയട്ടെ മിക്കി, നമ്മളുടെ വേൾഡിൽ 7 കോണ്ടിനെൻറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ. മിക്കി ഇച്ചട പറയുകയാണ്. എന്നിട്ട് മിക്കി മിക്കിയുടെ 2 ഇയേഴ്സിന് മിക്കി 3 കോണ്ടിനെൻറ്റ്സ് വിസിറ്റ് ചെയ്തു.
മിക്കി യൂറോപ്പിൽ ജനിച്ചു, ഏഷ്യയിൽ പോയി. മമ്മയും ഡാഡും ജനിച്ച സ്ഥലത്ത്, അതായത് മിക്കിയുടെ മെയിൻ പ്ലേസ് ഇന്ത്യ ഏഷ്യയിലാണ്. അത് കഴിഞ്ഞതേ മിക്കി ഇപ്പം മൊറോക്കോയിൽ, അത് ആഫ്രിക്കയിൽ. സോ 3 കോണ്ടിനെന്റ്സ് മിക്കി വിസിറ്റ് ചെയ്തു. മിക്കിക്ക് 2 years ആയി. നമ്മളൊക്കെ പാസ്പോർട്ട് എടുത്തത് 18 വയസ്സായപ്പോഴാണ്. മിക്കി 1 മാസം പാസ്പോർട്ട് എടുത്ത് 1.5 മാസം ആയപ്പോഴേക്കും ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറി. മിക്കിക്ക് ആകെ പേടിയുള്ളത് ഈച്ചനെ തന്നെ സ്പൈഡറിനെയാണ്. കറക്റ്റ് ഇവിടെ വന്നപ്പോഴേക്കും ഈച്ചയുണ്ട്. മിക്ക ഒരിടത്തും ഇരിക്കണില്ല ഈച്ചയല്ല, മോസ്റ്റ്ലി എല്ലാം തേനീച്ചകളാണ്. മിക്കിക്ക് പക്ഷെ എല്ലാ ഈച്ച പറക്കണ സാധനം, ചെറിയ സാധനം എല്ലാ ഈച്ചയാണ്. Thank you. റോ ആണ്, ഭയങ്കര സട്ടിൽ ടേസ്റ്റ്. ഇതിപ്പോൾ അവർ പറഞ്ഞത് അവരുടെ നാച്ചുറൽ റെഫ്രിജറേറ്റർ ആണെന്നാണ്. ഡ്രിങ്ക്സൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കൊള്ളാമല്ലേ, നല്ല ഐഡിയ. ഇത് പഴയ കാലത്ത് അറ്റ്ലസ് മൗണ്ടൻ്റെ ഏരിയാസിലുള്ള ആൾക്കാർ ഗോഡ് സ്കിന്നിലും ഷീപ്പ് സ്കിന്നിൻ്റെ അകത്ത് മിൽക്ക് വെച്ചിട്ട് കുറേ ടൈം ചേൺ ചെയ്തിട്ട് ബട്ടറും ബട്ടർ മിൽക്കും ഉണ്ടാക്കുന്ന രീതിയായിരുന്നു കേട്ടോ. ഇപ്പോൾ അവരത് ചെയ്യാറില്ല, പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നേച്ചതാണ്. ടയർഡായിട്ടോ, കാരണം ചില്ലറക്കാരിയല്ലല്ലോ കൊച്ചിനെ ചുമന്നുകൊണ്ടിട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചാൽ. നമ്മൾ ഓർത്ത് 2-3 സ്ഥലത്ത് നമുക്ക് നിൽക്കാം, ഇവർ പോയി വരട്ടെ എന്ന്. മാക്സിമം നമ്മൾ പിന്നെയും പോവാണ്. നമ്മൾ ചക്കില്ല കേട്ടോ, ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. പിന്നെ ചായ മിക്കിനടുത്ത് അത്രയും ദൂരം നടന്നുകൊണ്ടിരിക്കും, ചായൻ്റെ കാലിനൊരു പണിയാവും. എനിക്കാണെങ്കിൽ പറ്റുമില്ല എടുത്ത് നടക്കാൻ. എങ്ങനെയുണ്ട് ബേബി? ഓ കേറാ, എൻ്റെ ഈ സർജറി കഴിഞ്ഞ കാലിൽ ചെറുതായിട്ട് ഷിവർ ചെയ്യാൻ തുടങ്ങി. റിസ്ക് എടുക്കണ്ടല്ലോ, അമ്മ മുക്കാവാൻ കയറിയത്. അതെ, ഇങ്ങനെ കണ്ടില്ലേ, അത്രയും കൂടി ഉള്ളൂ. നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ജ്യൂസ് കുടിക്കാൻ കയറിയ കടയുടെ അടുത്തുള്ള റെസ്റ്റോറൻ്റാണ്. മീൻ വെള്ളച്ചാട്ടമാണ്, റെസ്റ്റോറൻ്റ് അടുത്തുള്ള വെള്ളച്ചാട്ടമാണ്. ഷോക്കിന് കുറച്ച് എനർജി ആവാം അല്ലേ ബേബി? നിനക്ക് എന്ത് എനർജിയാണ് വേണ്ടത്? സുഖമായിട്ടിരിക്കണേരുന്നു ഗാഡറുടെ പുറത്ത്. ജ്യൂസാണോ, ഓറഞ്ചാണോ? ആ ബേബി, ട്രക്കിങ്ങിനെ പറ്റി എന്താ പറയാനുള്ളത്? ട്രക്ക് കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ അവസ്ഥയിൽ പറ്റാത്തതുകൊണ്ടല്ലേ. കുറച്ചും കൂടി ഞാൻ ഹെൽത്തിയാണ്, എൻ്റെ ലെഗ് ഹെൽത്തി ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി കയറിയാണ്. എനിക്ക് ഈ റൈറ്റ് ലെഗ് കുഴപ്പമില്ല, പക്ഷെ ലെഫ്റ്റ് ലെഗ് ഇപ്പോഴും ചെറിയൊരു പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് നമ്മൾ ഇവിടം വരെ നിന്ന്, പക്ഷേ കുറച്ചുള്ളൂ. 15 മിനിറ്റ് അല്ലേ നീ? 15 മിനിറ്റ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ മെയിൻ വാട്ടർഫോൾ എത്തും. നമ്മൾ 45 മിനിറ്റ്സ് ഇവിടെ നടന്നില്ല ഇങ്ങോട്ട്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഗൈഡ് വന്ന് നമ്മളെ പിക്ക് ചെയ്തു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരുടെയും കൂടെ താഴെ ഇറങ്ങിയപ്പോഴേക്കും മിക്കി ബാഗിലൊന്നും ഇരുന്നില്ല, നമ്മൾ ഫുൾ ടൈം അവിടെ എടുക്കേണ്ടി വന്നു. അവിടുന്ന് നേരെ നമ്മളുടെ ഹോട്ടലിലേക്ക് തിരിച്ചു വിട്ടു കേട്ടോ. ലോങ് സ്ട്രെച്ച് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ മിക്കി ഫുൾ ടൈം ഉറങ്ങുമായിരുന്നു. നമ്മളപ്പം എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. അപ്പം നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോവാണ്. ടീ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഏകദേശം സമയം എനിക്ക് തോന്നുന്നു 5:30 ആയിട്ടുണ്ടാവും അല്ലേ, 5:30. എന്നിട്ട് നമ്മളിവിടെ നിന്ന് ടീ കഴിച്ച് നമ്മളുടെ റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പായി തിരിച്ച് വന്ന് ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ എന്താ അതിൻ്റെ പേര്, സിറ്റി സെൻറ്ററിൽ പോവാണ്. അവിടെയാണ് മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. സിറ്റി സെൻറ്ററിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നേരത്തെ പോകുന്ന വിചാരിച്ചത്, പക്ഷേ ഇപ്പോഴത്തെ ഇത് പോയി വന്നതിന് കുറച്ച് ലോങ് ജേർണി ആയിരുന്നു. പോയി വന്നപ്പോഴെങ്കിൽ ലേറ്റായി. താങ്ക് ഗോഡ് മിക്കി തിരിച്ചു വന്ന വഴി മൊത്തം കിടന്നുറങ്ങി, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ വന്നു, ഫ്രഷപ്പായി, ഒരു 1/2 അവറോളം നമ്മൾ നമ്മുടെ റൂമിൽ ഇരുന്നു കേട്ടോ, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ സിറ്റി സെൻറ്ററിൽ പോയിട്ട്
അവിടെ നിന്ന് കുറച്ച് സുവനീഴ്സും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരും. സോ ഡിന്നർ ഇപ്പോൾ കഴിച്ചിട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഹറി പറയുക റഷ് ചെയ്ത് തിരിച്ചു വരേണ്ടി വരും. കാരണം നമ്മൾ എടുത്തേക്കുന്ന പാക്കേജ് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടീ ആൻഡ് ഡിന്നർ ഇൻക്ലൂഡഡ് ആണ്. സോ ഒബ്വിയസ്ലി നമ്മളത് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോയിട്ട് ഡിന്നർ കഴിച്ചിട്ട് നേരെ സിറ്റി സെൻറ്റർ. മിക്കിക്ക് സ്ട്രോളർ എടുത്തു കഴിഞ്ഞാൽ മിക്കി ഇരിക്കൂല കേട്ടോ. നമ്മൾ സ്ട്രോളറൊന്നും ചുമക്കണം, മിക്കിനെയും ചുമന്ന് നടക്കേണ്ടി വരും. ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ മിക്കിനെ ഫുൾ ഡേ നടത്തി. അതുകൊണ്ട് മിക്കി ടയേർഡായിട്ട് ഇപ്പം ഇറങ്ങി മിക്കി പറഞ്ഞിട്ടേ മമ്മി സ്ട്രോളർ എടുത്തോളാം മിക്കി. അതുകൊണ്ട് മിക്കി സ്ട്രോളറിലിരുന്ന് പോവാണ്. ചൂടി ഈ സൈഡിലോട്ടൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷെ നമുക്ക് ഓരോ അങ്ങേ അറ്റത്താണ് കിട്ടിയേക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ നടക്കാനുണ്ട്. ഇവിടെ ആയാലും പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ തീം പാർക്ക് നമ്മുടെ അവിടെയാണ്. ഇവിടെ സ്വിമ്മിങ് പൂളുണ്ട്, റെസ്റ്റോറൻറ്റ് വഴിയാണെന്നുള്ളൂ, കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു ഗുഡ് സൈഡ് ഉണ്ടാവുമല്ലോ എല്ലാത്തിനും. കണ്ടോ വെള്ളം അടിക്കുന്ന ബേബി, കളർ ആഡ് ചെയ്തിട്ട് വെള്ളം അറിയാണ്ടിരിക്കാൻ വേണ്ടി കളർ ആഡ് ചെയ്ത വെള്ളം വാങ്ങിച്ചേക്കുന്നത് കള്ളൻ. ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടാക്സി എടുത്തിട്ട് അവിടെ അടുത്തുള്ളൊരു മാർക്കറ്റ്, ജമാ അൽഫിന എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് മാർക്കറ്റിൽ നമ്മൾ പോയിട്ടോ. ഈ മാർക്കറ്റ് യൂഷ്വലി നൈറ്റാണ് ഓപ്പൺ ആവുന്നത്. ഏകദേശം ഒരു 2 മണി 3 മണി വരെ രാത്രി ഇത് ഓപ്പണുമാണ്. മെയിനായിട്ട് നമുക്ക് സിം വാങ്ങണമായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ അവിടെ പോയത്. ഫുഡൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല കേട്ടോ സ്ട്രീറ്റ്സിൽ നിന്ന്. ഈ മാർക്കറ്റിൽ മെയിനായിട്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങണേ. അതല്ലെങ്കിൽ അവർ ഫോറിനേഴ്സിൻ്റെ റേറ്റ് ആയിരിക്കും നമുക്ക് തരിക. 50 കൊടുക്കേണ്ടടുത്ത് നമ്മൾ 250 കൊടുക്കേണ്ട അവസ്ഥയും വരും. അതുകൊണ്ട് നല്ലോണം ബാർഗെയിൻ ചെയ്യാം. ഹേ ഗായ്സ്, ഹൗ ആർ യു? മിക്കി പറഞ്ഞേ ഹലോ ഗായ്സ്, ഹൗ ആർ യു? സോ നമ്മൾ സ്ട്രീറ്റിൽ ഒക്കെ നടന്ന് തിരിഞ്ഞിങ്ങനെ നടന്ന് അനീതിമാർക്ക് അവർ 3 പേരും പറഞ്ഞായിരുന്നു ലിപ്സ്റ്റിക്സ് വേണമെന്ന്. അപ്പോൾ അത് മാത്രം വാങ്ങിച്ച്, പിന്നെ ദേ എനിക്കൊരു കീ ചെയിനും വാങ്ങിച്ച് സിമ്മും വാങ്ങിച്ചിട്ട് നമ്മൾ തിരികെ പോകുന്നുണ്ട്. കാരണം ടയർഡല്ലേ, ഞാൻ ഭയങ്കര ടയർഡാണ്. നാളെ പൂളിൽ പോകാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അതിനെന്താണ് ഒരു ടയർഡ്നെസ്സും ഇല്ല, നടക്കണം നോക്കി പറന്ന് നടക്കട്ടെ. അപ്പോൾ ഈ ഡേ അവസാനിച്ചു. ഇനി നാളെ കാണാം. ബൈ. മിക്കി സേ ബൈ.